നിങ്ങളുടെ നാളെയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 1200 കർക്കിടക മാസം 6-ാം തീയതി, അതായത് 2025 ജൂലൈ മാസം 22-ാം തീയതി കുജവാരം, ചൊവ്വാഴ്ച, മംഗളവാരം. നാളെ ചൊവ്വാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:14, അസ്തമയം വൈകിട്ട് 6:47. നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. വൈകിട്ട് 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്ന രാഹുകാലം. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. ചന്ദ്രൻ 2 ദിനങ്ങൾക്കുള്ളിൽ അമാവാസിയിലേക്ക് പ്രവേശിക്കും. തിഥികളിൽ കറുത്തപക്ഷം പഞ്ചമി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ വളരെ ദുർബലമാണ്. അതിലും വളരെ ദുർബലമായ തിഥിയാകുന്നു ത്രയോദശി. പക്ഷേ ത്രയോദശി തിഥി നാം ശുഭകാര്യങ്ങൾക്ക് കൊടുക്കുന്ന തിഥിയാണ്. വെളുത്തപക്ഷത്തിലാണെങ്കിൽ വളരെ വിശേഷമായി, കറുത്തപക്ഷത്തിലാണെങ്കിൽ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാകും. നാളത്തെ നക്ഷത്രം നല്ല നക്ഷത്രമാകുന്നു, മൃഗശീർഷ നക്ഷത്രമാകുന്നു. മകേരം നക്ഷത്രത്തിനാണ് മൃഗശീർഷം എന്ന് പറയുന്നത്. നാം ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നക്ഷത്രമാണ്. ചോറൂൺ നക്ഷത്രമാണ്. മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കൊക്കെ തന്നെ മകേരം നക്ഷത്രത്തെ നാം ആശ്രയിക്കാറുണ്ട്. നാളത്തെ പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ചൊവ്വാഴ്ചയാണ്, മകേരം നക്ഷത്രമാണ്. യഥാർത്ഥത്തിൽ നാളത്തെ ദിനം നിങ്ങൾക്ക് ഭൂമി വിൽക്കാനുണ്ടെങ്കിൽ ഭൂമിപരമായ ഏത് ക്ലേശങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയി അവിടെ ഭൂമി പൂജ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ മകേരം നക്ഷത്രം ചൊവ്വാഴ്ച, ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രമാണ് മകേരം ചിത്ര അവിട്ടം. ഇപ്രകാരം നിങ്ങൾക്ക് അനുകൂലമായി വരാഹമൂർത്തി ക്ഷേത്രമില്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും നിങ്ങളുടെ ഭൂമിയിലെ മണ്ണ്, 4 ഭാഗത്തുള്ള മണ്ണ്, അതേ രീതിയിൽ വീടിൻ്റെ മധ്യത്തുള്ള മണ്ണ്, ആ മണ്ണെടുത്ത് കൊണ്ടുപോയി വളരെ ഭംഗിയായി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭൂമി പൂജ ചെയ്ത് ദോഷപരിഹാരമായി അവിടെ രക്തപുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ഭൂമി വിൽപ്പന നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്, ഭൂമിക്ക് ചൈതന്യമില്ല, അവിടെയും നിങ്ങൾക്ക് ഇപ്രകാരം ഭൂമി പൂജ ഭദ്രകാളി ക്ഷേത്രത്തിലോ വരാഹമൂർത്തി ക്ഷേത്രത്തിലോ അനുഷ്ഠിക്കാവുന്നതാണ്. എപ്പോഴും ഭൂമി പൂജ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഓം വരാഹമൂർത്തയേ നമഃ എന്ന മന്ത്രമായിരിക്കണം. ഈ പഞ്ചാക്ഷരി മന്ത്രം ഭൂമിപരമായ ക്ലേശങ്ങൾക്ക് വളരെയധികം പരിഹാരമാണ്. നമ്മുടെ പുരാണങ്ങളിൽ വരാഹമാണ് ഭൂമിയെ എന്ത് ചെയ്തത്? ഉയർത്തി രക്ഷിച്ചത്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ മത്സ്യക്കൂർമ്മ വരാഹം 3ാമത്തെ അവതാരമാകുന്നു വരാഹമൂർത്തി അവതാരം. ഓം വരാഹമൂർത്തയേ നമഃ. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിശേഷിച്ച് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ 9:15 ശേഷമുള്ള സമയം ഉത്തമമായ സമയമായി സ്വീകരിക്കാവുന്നതാണ്. അത് സിംഹൻ രാശിയാണ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നല്ല കാലഹോരയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. അതിനാൽ നാളത്തെ ദിനം 9:30 ശേഷമുള്ള സമയം നിങ്ങൾക്ക് ശുഭകാര്യങ്ങളൊക്കെ നിർബന്ധമാണെങ്കിൽ ചെയ്യുക. ചൊവ്വാഴ്ച പലപ്പോഴും പലരും ഒരു കാര്യത്തിനും തുനിയാറില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ചൊവ്വാഴ്ച ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവർ ചൊവ്വയെ മംഗളകരമായി കരുതുന്നു. സംസ്കൃതത്തിൽ ജ്യോതിഷത്തിൽ മംഗളഹ എന്നൊരു വാക്കുണ്ട് ചൊവ്വയ്ക്ക്. അതിനാൽ മംഗളകരമായ കാര്യങ്ങൾക്ക് ഭദ്രകാളി പൂജ ചെയ്ത് ചൊവ്വയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്. ന്യൂമറോളജിയിൽ ഏറ്റവും ശക്തമായ ഗ്രഹമാകുന്നു ചൊവ്വ. കാരണം ന്യൂമറോളജിയിൽ 9 എന്ന നമ്പറിനെ പ്രതിനിധാനം ചെയ്യുന്നു ചൊവ്വ. അതിനാൽ അതിൻ്റേതായ പ്രത്യേകതകൾ ചൊവ്വയ്ക്കുണ്ട്. അത് റിപ്പീറ്റേഷൻ, ഇല്യൂമിനേഷൻ, റെക്കഗ്നേഷൻ, അപ്രീസിയേഷൻ ഒക്കെ ഒരു വ്യക്തിക്ക് തരുന്ന ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്ന പ്ലാനറ്റ് ആയതുകൊണ്ടാണ് ഇത്രയധികം പ്രാധാന്യം വന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.